പലായനം എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാം അന്താരാഷ്ട്ര തലത്തിലായിരിക്കും ചിന്തിക്കുക. സിറിയയിലും ഇസ്രായേലിലും ഗസയിലും യുക്രൈനിലും ഒക്കെ ആയിട്ട് പലായനം ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും വളരെ വളരെ കൂടി വരികയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലും പലായനം ചെയ്യുന്ന ആളുകളുണ്ടോ? അവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അത്ഭുതം കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നതാണ് സംഭവം. വന്യജീവികളുടെ ആക്രമണം വർദ്ധിച്ചതോടെ അതിജീവനം പ്രതിസന്ധിയിലായപ്പോൾ പല ആളുകളും പലായനത്തിൻ്റെ വഴി മലയോര പ്രദേശങ്ങളിൽ കൃഷി ഉപജീവനമാക്കിയ മലയോര ജനത വിളയിച്ച മണ്ണിനെ നിസ്സംഗതയോടെ ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണിപ്പോൾ. മറ്റൊരു കരപറ്റാൻ ആവതില്ലാത്തവർ എല്ലാം സഹിച്ചു തുടരുന്നു. സഹിക്കാൻ കഴിയാത്തവർ പലായനത്തിലേക്ക്. കണ്ണൂർ കൊട്ടിയൂർ പന്നിയാമലയിലെ 71കാരൻ മാത്യു പതിറ്റാണ്ടുകൾ മണ്ണിൽ വിയർപ്പൊഴുക്കി ജീവിതം വിളയിച്ചെടുത്ത കർഷകൻ. 2019 ഡിസംബർ 18 നടുക്കുന്ന ഓർമ്മ. കൃഷിയിടത്തിൽ വെച്ച് കാട്ടാനയാക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ മാത്യു ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് അത്ഭുതകരമായി. ശല്യം കാരണം ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ മേലാത്ത നിലയായി. ഇവിടെ ധാരാളം ജനങ്ങൾ ഇതിന് മേലെ താമസിച്ചുകൊണ്ടിരുന്നവരെല്ലാവരും കൂടി ഒഴിഞ്ഞു പോയി. നമുക്ക് പിന്നെ പോകാൻ വേറെ മാർഗ്ഗമില്ല. പോയെന്നാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായിട്ടെല്ലാം വെളിപ്പാക്കും. കഷ്ടിച്ച് ജീവൻ തിരിച്ച് കിട്ടിയെന്ന് മാത്രമല്ല, അതുപോലെ കിട്ടി, നല്ലവർക്ക് കിട്ടി. ഇപ്പോൾ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങാൻ വരെ ഭയമാണ്. അയൽവക്കത്തെ സൗഹൃദങ്ങളിൽ നല്ലൊരു പങ്കും മണ്ണുവിട്ട് പലായനം ചെയ്തു. ഇതുവരെ ജീവിച്ച മണ്ണുപേക്ഷിച്ച് ഇനി എങ്ങോട്ടുമില്ലെന്ന് മാത്യു. മലഞ്ചെരുവിലെ പൊന്നുവിളഞ്ഞ മണ്ണിൽ ഇപ്പോൾ കണ്ണീരിൻ്റെ ഉപ്പ്. ഒരു 10-12 വർഷമായിട്ടുള്ള ഇതുപോലെ കഠിനമായ ശല്യം തുടങ്ങിയിട്ട്. അതുവരെ നാം ഇവിടെ ഫോറസ്റ്റ് അവിടെ ഒരു പുഴയുണ്ട്, ഇവിടെ തോട്, അത് ഇക്കരെ നടക്കില്ലായിരുന്നു. അവിടെ അക്കരെ ഓടയൊക്കെ തല്ലി പൊട്ടിച്ചൊക്കെ തിന്നിട്ട് അവരങ്ങ് പോകും. നമ്മുടെ കൃഷിസ്ഥലത്ത് കയറിയിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ഭയങ്കര ശല്യം. ഉയിരുറപ്പില്ലാത്ത ദൈനംദിന ജീവിത സമരത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ വാസമ്മ ചേച്ചിയുടെ തൊണ്ടയിടറി. ഒരു സാധനം കിട്ടുകയില്ല. ഇപ്പം തിന്നൊന്നും പറമ്പിലൊന്നുമില്ലെന്നായി. പറമ്പ് റബ്ബർ വെച്ചാൽ റബ്ബർ എല്ലാം ഒടിച്ച് കളഞ്ഞ് ഞങ്ങളുടെ എല്ലാം. പിന്നെ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഉറവ് പറ്റി കിടക്കുമല്ലേ, രാവിലെ വഴിത്തിരിച്ച് ഇച്ചിരി കഴിയുമ്പോൾ നിൽക്കും, പിന്നെ പോകണം. അപ്പോൾ ഈ ആനയുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് പോകാൻ മേലാത്തൊരവസ്ഥയാണ്. പൊള്ളയായ ആശ്വാസ വാഗ്ദാനങ്ങളിലോ തുച്ഛമായ നഷ്ടപരിഹാര തുകയിലോ ഉറപ്പില്ലാത്ത അതിർത്തി വേലിയിലോ മലഞ്ചെരുവിലെ ജനതയ്ക്ക് ഇനി പ്രതീക്ഷയ്ക്ക് വകയേതുമില്ല. 6 മണിയാകുമ്പം ഞങ്ങളിവിടെ വാതിലടയ്ക്കും, അകത്ത് കയറിയിരിക്കും. പിന്നെ പുറത്തേക്ക് ഒരു ലൈറ്റ് ഇടും, അത്ര മാത്രം. പിന്നെ എന്നാ ബഹളം കേട്ടാലും ഇറങ്ങി നോക്കാൻ ധൈര്യമില്ല. അല്ല ആനയൊക്കെ ആണെങ്കിലേ അല്ലേ എന്നാ ഒരു ബുദ്ധിമുട്ടാണെന്നറിയാമോ. നിവർത്തികേട് കൊണ്ട് വിട്ടൊഴിയാൻ നിർബന്ധിതമായപ്പോൾ അനാഥമായ കൂരകൾ അനേകമുണ്ട് മലയോരത്ത്. അഭയമറ്റവരുടെ പ്രതീകങ്ങൾ. ഗതികേടിൽ കുടുങ്ങിയവർ എല്ലാം സഹിച്ചും നിലനിൽപ്പിനായി പൊരുതുന്നു. സ്വന്തമായി മണ്ണുണ്ടായിട്ടും അഭയാർത്ഥികളാക്കപ്പെടുന്ന ജനത പൊന്നുവിളയിച്ചു പുലർന്ന ഭൂതകാലത്തെ ഗതികേടുകൊണ്ട് വിസ്മൃതിക്ക് വിട്ടുകൊടുക്കുന്നവർ. എന്നിട്ടും നേർത്തുവരുന്ന ആ നിലവിളികൾക്ക് കാതോർക്കാൻ നമുക്ക് നമ്മുടെ അധികാര സംവിധാനങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ട്. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. തലസ്ഥാന നഗരത്തിലെ കരമനയിൽ ഒരു ചെറുപ്പക്കാരനെ അതിഭീകരമായി കൊലപ്പെടുത്തിയ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ കണ്ട ഒരു പ്രേക്ഷകൻ ബഷീർ കെ എഴുതുന്നു യൂട്യൂബിൽ, ദൃശ്യങ്ങളിൽ കാണുന്ന ആ നായയ്ക്കുള്ള ബുദ്ധി പോലും ഇല്ലാത്ത മനുഷ്യരായി പോയല്ലോ ഇവരൊക്കെ. അതായത് ഇത്തരം അതിഭീകരമായ നടപടികൾ ഒരു നായയും ചെയ്യില്ല. ആ കാണുന്ന നായ, ദൃശ്യത്തിലൊരു നായയെ കാണുന്നുണ്ട്, പരിഭ്രാന്തിയിൽ ഓടിപ്പോകുന്നൊരു നായ. ആ നായ്ക്കുള്ള വിവരം പോലും ഈ കൊലപാതകങ്ങൾക്കില്ലാതെ പോയല്ലോ എന്നാണ് ബഷീർ പറയുന്നത്. ബഷീറിൻ്റെ ചോദ്യം തീർച്ചയായും പ്രസക്തമാണ്.